അതെ ചേച്ചി, ഈ ഈ മരിച്ചവര് തിരിച്ചു വരുമെന്ന് പറഞ്ഞാ ചേച്ചി എന്ത് പറയും? വേറെ ആരെങ്കിലോ പറയുന്നതെങ്കിലേ ആ പറയുന്നവർക്ക് വട്ടാണെന്ന് പറയും. ഇവിടിപ്പ പറയുന്നത് നീ ആകുമ്പോ അതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് എനിക്കറിയാം. അല്ല, എന്താ കാര്യം? ഏത് മരിച്ച ആളാ തിരിച്ചു വന്നേ? അല്ല, അങ്ങനെ ഒരാൾ തിരിച്ചു വന്നെങ്കിലേ അയാളെ എനിക്കൊന്ന് കാണണമല്ലോ. അതെ ചേച്ചി, മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന ആളിനെ കാണണോ? ചേച്ചി ഇങ്ങോട്ട് വാ, കോളനിയിലേക്ക് വാ. അയ്യോ, അതെന്താ സുഭാഷിണി നീ അങ്ങനെ പറയുന്നേ? എടി, ഒന്ന് വ്യക്തമായിട്ട് പറയടി. ചേച്ചി, സുധാമണിയുടെ ഭർത്താവ് മരിച്ചുപോയ കൃഷ്ണമൂർത്തി അയാൾ തിരിച്ചു വന്ന സരോജിനേച്ചി. ചേച്ചിയുടെ ചെറുമോള് അപർണമോളുടെ അമ്മായി അച്ഛൻ കൃഷ്ണമൂർത്തി മരിച്ചുപോയെന്നല്ലേ കരുതിയിരുന്നത്? അയാൾ ഇങ്ങ് തിരിച്ചു വന്നു. അയ്യോ, അതെ, അയാളിപ്പോ സുധാമണിയുടെ വീട്ടിലുണ്ട്. ഹലോ ചേച്ചി, സരോജിനി ചേച്ചി. അയ്യോ സുഭാഷിണി, നീ ഇത് ബോധത്തോടു കൂടിയാണോ പറയുന്നേ? എന്റെ ഈശ്വര ദൈവമേ, ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നേ? എന്റെ ചേച്ചി, ഈ കൃഷ്ണമൂർത്തിയെ പോലൊരു വൃത്തികെട്ടവൻ ഈ ഏരിയയിലില്ലായിരുന്നു. അയാള് ചത്തപ്പോ ഞങ്ങളിവിടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചത്. കോളനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിട്ട് ലഡ്ഡു വിതരണവും പടക്കം പൊട്ടിക്കലും ഒക്കെ നടത്തി. പക്ഷെ ഇപ്പതേ അയാൾ തിരിച്ചു വന്നിരിക്കുന്ന ചേച്ചി. സുഭാഷിണി, ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരാൻ പോവാ. അയ്യോ വേണ്ട ചേച്ചി, വേണ്ട വേണ്ട. ദേ, കൃഷ്ണമൂർത്തിക്ക് പെണ്ണുങ്ങൾക്ക് ഇന്ന പ്രായം തന്നെ വേണമെന്നൊന്നുമില്ല. അയ്യോ ചേച്ചി, അയാളുടെ മുന്നിലൊന്നും ചെന്ന് പെടല്ലേ. അയ്യോ എന്റെ ദൈവമേ, ഇത്രയും വൃത്തികെട്ടവൻ താമസിക്കുന്നിടത്താണോ എന്റെ അപ്പമോള് താമസിക്കുന്നേ? എന്റെ ഈശ്വര ഭഗവാനെ മഹാദേവ, ഇത് കേട്ടിട്ട് തന്നെ എന്റെ നെഞ്ചു തകർന്നു പോന്നു. എന്റെ ചേച്ചി, ചേച്ചിയുടെ ചെറുമോളെ ഈ നരകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോ ചേച്ചി. ഇനി എന്ത് ചെയ്യും? പിന്നെ ചേച്ചി, ഒരു കാര്യം കൂടി. അതെ, സുധാമണി ഇപ്പൊ പഴയ ആളൊന്നുമല്ല. അയാള് വന്നതോടെ സുധാമണിക്കൊരു ബലമൊക്കെ ആയിട്ടുണ്ട്. ആണോ? ഇനിയിപ്പോ അപർണമോളുടെ വീട്ടുകാർക്ക് പഴയതുപോലെ അധികാരം എടുക്കാനോ സുധാമണിയെ വരട്ടാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യടാ, അതേടി, നിനക്ക് സരോജിനിയെ നന്നായിട്ട് അറിയാൻ മേലാഞ്ഞിട്ടാ. അയ്യോ, എനിക്ക് സരോജിനി ചേച്ചി അറിയില്ലേ? പക്ഷേ സരോജിനി ചേച്ചിക്ക് കൃഷ്ണമൂർത്തിയെ അറിയില്ല. അയ്യോ, അയാളെ അറിയുന്നവരിങ്ങനെ നിസ്സാരമായിട്ട് പറയില്ല. ഭീകരനാണ് ചേച്ചി, അവൻ ഭീകരൻ. അതെയോ? അയ്യോ, ചേച്ചിയുടെ കൊച്ചുമോളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി ആലോചിക്ക്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ദൈവമേ. ഹലോ ഹലോ, വെച്ച യാമിനി മഹേഷും ഒക്കെ ഒന്ന് വന്നോട്ടെ. രണ്ടിലൊന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. അമ്മേ, ഞാൻ വന്നു. അമ്മേ, അമ്മേ. എന്നെ മനസ്സിലായ മോൾക്ക്? അച്ഛൻ? അതേപോലെ അച്ഛൻ മരിച്ചിട്ടില്ല. മോളുടെ അച്ഛൻ തന്നെയാ. അമ്മേ, എന്റെ അച്ഛൻ. അച്ഛാ, നീ ഇങ്ങ് വന്നേ, ചായ കുടിക്കാം. അച്ഛാ. അമ്മ വിളിക്കുന്ന കേട്ടില്ലേ? മോള് ചെന്ന് ചായ കുടിക്കേ. ചായയൊക്കെ കുടിക്കാം. അച്ഛൻ ഇത്ര നാൾ എവിടെയായിരുന്നു? എന്താ ഞങ്ങളെ കാണാൻ ഇതുവരെ വരാഞ്ഞേ? അച്ഛാ.
ഇങ്ങ് വന്നേ, ചായ കുടിക്കാം. എനിക്ക് ചായ വേണ്ട അമ്മേ. അച്ഛാ, മോള് കരയണ്ട. അച്ഛൻ നിങ്ങളെ വിട്ടിനി പോവില്ല. ഇനി അച്ഛൻ ഒരിടത്തേക്കും വിടില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറയാൻ പോവാ. എനിക്ക് എല്ലാരെയും അറിയിക്കണം. വരട്ടെ മോളെ, ഇപ്പൊ ആരോടും പറയണ്ട. അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നേ? എനിക്ക് പറയണം. ലോകത്തെ മുഴുവൻ അറിയിക്കണം എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയെന്ന്. അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി അല്ലേ? അതൊക്കെ അറിയാലോ. ഇനി അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. എന്താ ഏട്ടാ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആർക്കും എന്തോ ഒരു സന്തോഷമില്ലാത്തെ? ഒന്നുമില്ല മോളെ, നീ ചെന്ന് നിന്റെ കാര്യങ്ങൾ നോക്ക. ഇല്ല, എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ ഇരിക്കണം. ഇതിലും വലിയ സന്തോഷം എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാനില്ല. ഏട്ടാ, നമ്മുടെ അച്ഛനെ ഏട്ടാ, അച്ഛൻ മരിച്ചിട്ടില്ല. നമ്മളെയൊക്കെ കാണാൻ വേണ്ടിട്ട് നമുക്ക് വേണ്ടി അച്ഛൻ തിരിച്ചു വന്നേക്കുവാ. എന്തിന്? നമുക്ക് വേണ്ടി തിരിച്ചു വന്നോ? നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കറിയാം. അമ്മേ, ആരാ ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? അതോ തനിയെ വലിഞ്ഞു കയറി വന്നതോ? ഏട്ടാ, എന്തായാലും ശരി, ഈ നിമിഷം ഇയാളെ ഇവിടെ നിന്ന് പുറത്താക്കണം. ഇല്ലെങ്കിൽ ഞാൻ പിടിച്ച് പുറത്താക്കും. സാഗറെ, ഞാൻ കാര്യങ്ങൾ പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. ആദ്യം ഈ മനുഷ്യനെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കണം. എന്നിട്ട് മതി സംസാരമൊക്കെ. എന്തിനാ ഇയാളെ വീട്ടിൽ കയറ്റിയത്? സാഗറെ, ഒന്ന് പതുക്കെ. ഒരു പതുക്കെയില്ല. നീ പുറത്തിറങ്ങി പോ. ഇവിടെ നിക്കണ്ട. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛനില്ല. എന്താ പറഞ്ഞേ? മീനു, അച്ഛനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനോ? ദൈവമായിട്ടാ എന്റെ അച്ഛനെ കൊണ്ടുവന്നത്. ഇപ്പൊ അച്ഛനെ പുറത്താകണോ അല്ലേ? ഞാനുള്ളപ്പോ അത് നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ. അച്ഛൻ വിഷമിക്കണ്ട. ഞാനുള്ളപ്പോ അച്ഛനെ ആരും സങ്കടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. എടി, നിനക്ക് ഈ മനുഷ്യനെ അറിഞ്ഞൂടാത്തോണ്ടോ? എന്താ പറഞ്ഞേ? അച്ഛൻ ഈ മനുഷ്യനോ? മീനു, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്റെ ബാലു ഉണ്ട്. ബാലു ഉള്ളപ്പോ ഇവൻ പറയുന്നത് അവസാന വാക്ക്. ഏട്ടാ, ഏട്ടൻ അറിയില്ലേ കാര്യങ്ങള്? ഇറക്കി വിട ഏട്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. ആര് പോയാലും അച്ഛനെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. എടി, എന്താ? വിട് ഏട്ടാ. ഏട്ടാ, വീട് തന്നെ. ഏട്ടാ, വീട് തന്നെ. വീട് ഏട്ടാ. നിനക്ക് പറഞ്ഞ മനസ്സിലാവൂലേ? മോളെ, നിന്നെ പോലൊരു മോളുടെ അച്ഛനായത് എന്റെ ഭാഗ്യമാണ്. അച്ഛാ, എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത്രയും ദിവസം നമ്മൾ ആരെയും തിരിഞ്ഞു നോക്കാത്ത ആളാ. എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞുനാളിൽ എത്ര തല്ല, ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടുള്ളത്. അമ്മയെ തല്ലുന്നത് ഇപ്പോഴും എന്റെ കണ്ണുകളിലുണ്ട്. ഒരു ദിവസം എവിടേക്കോ ഇറങ്ങിപ്പോയിട്ട് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവസാനം കയറി വന്നിരിക്കുന്നു. അമ്മയെ, ഏട്ടനെ, അമർനേച്ചിയെ വേണം പറയാൻ. നിങ്ങൾ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നത്? നോക്ക് സാഗറെ, നമ്മളുടെ കുടുംബം ഒരു നിർണായക സമയത്തിലൂടെയാ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം തർക്കമോ വെല്ലുവിളിയോ ഒന്നുമല്ല, ഒരുമിച്ച് നിൽക്കല ആവശ്യം. അമ്മയും ഞാനും ബാലുവും ആശുപത്രിയിൽ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുകയും അദ്ദേഹം ബലമായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വരികയും ചെയ്താ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അല്ല, അതിനിവിടെ പോലീസും പട്ടാളമൊക്കെ ഇല്ലേ? അത് നമ്മൾ പോലീസിനെ അറിയിക്കും. പോലീസിനെ അറിയിച്ച ചിലപ്പോ പല കാര്യങ്ങളിലും നമ്മൾ എല്ലാവരും ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഞങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം അച്ഛൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, ആ പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നത്? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ കൃഷ്ണമൂർത്തി, നിന്റെ ഭർത്താവ്. നാളെ ബാലുമോന്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഉണ്ടാവും.
അമ്മ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമായിരുന്നു, അല്ലേ? ഒരു കുറ്റവാളിയെ കുറിച്ചുള്ള അറിവുകൾ രഹസ്യമായി സൂക്ഷിച്ചതിന് അമ്മയും പ്രതിയാവും. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണോ? എന്താണ് യഥാർത്ഥ ഉദ്ദേശം? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മുടെ അച്ഛനെന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് തന്നെയാ നല്ലത്. അതെ, ശരിക്കും ഇനി യഥാർത്ഥത്തിൽ അച്ഛൻ നല്ലവനാകാൻ പോവുകയാണെങ്കിലോ നമ്മൾ അതിനുവേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കണ്ടേ? ഒരാൾ നല്ലവനായി മാറാൻ സഹായിക്കാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? മീനു, മീനാക്ഷി, ഇങ്ങ് വന്നേ. ഇപ്പൊ വരാച്ച. സാറേ, മീനാക്ഷി, പരസ്പരം കൈ കൊടുത്തേ. നല്ല ഫ്രണ്ട്സ് ആയേ പഴയതുപോലെ. മീനാക്ഷി, ഞാൻ സാഗറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും എത്രയോ കാലങ്ങൾക്ക് ശേഷമാ നമ്മുടെ അച്ഛൻ വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? അയ്യോ, നിന്റെ ഒരു അച്ഛൻ. ഏട്ടാ, ഇതിനാണോ എന്നെ കൊണ്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ പോവാ. മീനു, നിക്ക്. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ രണ്ടും വാങ്ങിക്കും. ഇവിടെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുക. അതിനിടയിലാ രണ്ടിന്റെ ഈഗോകൾ. അങ്ങോട്ടും ഇങ്ങോട്ട് ഷേക്കാൻ കൊടുത്തേ. ചെല്ല്. കൊടുക്ക്. ഇനി രണ്ടുപേരും ഒന്ന് ചിരിച്ചേ. ഇനിയൊന്ന് സോറി പറഞ്ഞേ. പറടാ. സോറി. സോറി ഏട്ടാ. കണ്ടോ, ഒരു സോറിയില് കാര്യങ്ങളൊക്കെ അവസാനിച്ചു. മീനു, ഞങ്ങൾ സാഗറിനെ പറഞ്ഞു മനസ്സിലാക്കി. നീയും അമിതമായിട്ട് സ്നേഹമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. അതെന്താ ഏട്ടാ? നമ്മുടെ അച്ഛനല്ലേ, അച്ഛനെ സ്നേഹിക്കണ്ടേ? ആദ്യം നമുക്ക് പരസ്പരം സംസാരിച്ചൊരു ധാരണയിലെത്താം. ചേടാ, ഇവര് വിഗ്രഹം ഉണ്ടാക്കി വെച്ച് പ്രതിഷ്ഠിച്ച് തൊഴാൻ പോയതായിരിക്കും. എത്ര നേരമായി തൊഴാൻ പോയിട്ട്? കുറെ അമ്പലവാസികള്. ഓ, എഴുന്നള്ളി വരുന്നുണ്ട്. ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ആ, മഹേഷേ. എന്താ അമ്മേ, എന്താ ടെൻഷൻ? എന്താ ഒരു വെപ്രാളം? ഒന്നുമില്ല മക്കളെ, ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അയ്യോ, അതിന്റെ ഒരു വെപ്രാളമാ. ഉക്രൈനോ? അമ്മ എന്തോ ഈ പറയുന്നേ? അയ്യോ മോളെ, നമ്മള് തീർന്നു. എന്നാലും നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. അപ്പുമോളുടെ തലയിലെഴുത്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ ദൈവമേ. കാര്യം എന്തോ അമ്മേ, അത് പറയേ. ആ സുധാമണി ഇത്രയും വലിയ കള്ളിയാണെന്ന് അറിഞ്ഞില്ലല്ലോ മോളെ നമ്മള്. കാര്യം പറയാം മഹേഷേ, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നതിനിടയ്ക്ക് നീ വേദാന്തം പറഞ്ഞോണ്ട് വരരുത്. എന്താ അമ്മേ? മക്കളെ, ആ സുധാമണിയുടെ ഭർത്താവ് കൃഷ്ണമൂർത്തി, അയാള് മരിച്ചുപോയി എന്നല്ലേ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത്? അതെ. അതിന്? യോ, അയാള് മരിച്ചിട്ടില്ല മോളെ. എന്താ അമ്മേ? കോളനിന്ന് എനിക്കിപ്പൊ ന്യൂസ് കിട്ടി. ആ കൃഷ്ണമൂർത്തി മരിച്ചിട്ടില്ല. അയാള് സുധാമണിയുടെ വീട്ടിൽ തിരിച്ചെത്തി. ഈശ്വര, എന്തൊക്കെയായി കേൾക്കുന്നേ? ദൈവമേ, എന്റെ മോള്. ഓ, അങ്ങനെയാണെങ്കി അവിടെ കാര്യം പോക്ക. ഇത് വിശ്വസിക്കാവുന്ന വാർത്ത തന്നെയാണോ? അതേടാ മോനെ. കോളനിന്ന് ഒരാള് വിളിച്ചു പറയുന്നത് കേട്ട് ഞാൻ സ്തംഭിച്ചങ്ങ് നിന്നുപോയി. എന്റെ മോളെ, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്നാ ആ കോളനിക്കാര് പറയുന്നത്. കണ്ണി ചോരയില്ലാത്തവൻ. എന്റെ പൊന്നുമോളെ, അവളെ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടുന്ന് മാറ്റാം. മഹേഷ്, വന്ന് വണ്ടി കയറി വാ. ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം. കൃഷ്ണമൂർത്തി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ സുധാമണി നമ്മളെ പറഞ്ഞു പറ്റിച്ചത് തന്നെയാ. ആ, പിന്നല്ലാതെ. ഇതിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്താ ഏതാന്നൊക്കെ വ്യക്തമായിട്ട് അറിയണം. വന്നേ, വാ. അത് തന്നെ, വാ. നിക്കമ്മേ. യാമിനി,
നമ്മൾ അറിഞ്ഞതുപോലെ കൃഷ്ണമൂർത്തി ആ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സുധാമണി നമ്മളെ പറ്റിച്ചത് തന്നെയാ. ആ നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെ നേരിടാം. ആ ഇപ്പോഴാടാ നീ എന്റെ മകനായത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇഷ്യൂ ആണിത്. ഇപ്പൊ ചാടിപ്പാഞ്ഞ് അങ്ങോട്ട് പോകുന്നത് മണ്ടത്തരമായിരിക്കും. എന്ത് മണ്ടത്തരമെന്നാ മഹേഷ് പറയുന്നേ? ആ ആദ്യം നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഈ കാര്യം ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയാ കാണുന്നത്. ഇന്നുവരെ ഞാൻ സുധാമണി ന്യായീകരിച്ചൊക്കെ തന്നെയാ നിന്നിട്ടുള്ളത്. പക്ഷേ ഇതെനിക്കൊരു ഷോക്കായിപ്പോയി. ആ എനിക്കും. എന്തായാലും നമ്മൾ നാളെ അങ്ങോട്ടേക്കൊന്ന് പോകുന്നു. നാളെയോ? എന്റെ പൊന്ന് മഹേഷേ, ഈ നിമിഷം നമുക്ക് ഇവിടുന്ന് പോണം. ചെന്ന് അപ്പൂനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. നോ, എടുത്തുചാട്ടം അല്ല ഇവിടെ വേണ്ടത്. ഉം. നമ്മൾ സെൻസോടെ വേണം ഇവിടെ പ്രവർത്തിക്കാൻ. ഇന്നാണ് അയാൾ വന്നിട്ടുള്ളതെങ്കിൽ അവിടെ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാവും. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കൃത്യമായ അവസ്ഥ ആയിരിക്കില്ല അവിടെ. കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ശാന്തമാവട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാമെന്നാ മഹേഷ് പറയുന്നേ? ആദ്യം നമുക്ക് വീട്ടിൽ ചെന്ന് ശാന്തമായിരുന്നൊന്ന് ആലോചിക്കാം. ഈ ഇഷ്യൂ എനിക്ക് വിട്ടു തന്നേക്കും. ഞാൻ കൃത്യമായിട്ട് സോൾവ് ചെയ്യാം. കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ പോലെ ആണെങ്കിൽ നമ്മുടെ അപ്പുവിനെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അത് ഉറപ്പാ. എന്റെ യാമിനി, ആദ്യമായിട്ടാ എന്റെ മോൻ ഒരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങുന്നത്. ആ എന്തായാലും ഇവൻ പറയുന്ന പോലെ നമുക്ക് ഇപ്പൊ അനുസരിക്കാം. വാ നടക്കടാ മോനെ, നടക്ക്. എന്താ സാർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? ആ കാര്യം ഒരു അല്പം കടുപ്പമുള്ള കാര്യമാ. ഒരു കടുപ്പമുള്ള കോഫി കാര്യം. കടുപ്പമുള്ള കോഫിയോ? എന്താ സാർ, കോഫി കുടിക്കുന്നോ? സാർ എന്താ ഉദ്ദേശിക്കുന്നേ? കോഫി കുടിക്കണം, പക്ഷേ നമ്മളല്ല, അപർണ. അപർണ ഒരു കോഫി കുടിക്കും. അപർണ കോഫി കുടിക്കുമല്ലോ സാർ. നമ്മുടെ ഓഫീസിലെ കോഫി ഷോപ്പിൽ നിന്ന് അപർണ എന്നും കോഫി കുടിക്കുമല്ലോ. ഇതെന്നും കുടിക്കുന്ന കോഫിയല്ല, ഒരു വെറൈറ്റി കോഫിയാ ഇത്തവണ കുടിക്കാൻ പോകുന്നത്. ഒന്ന് തെളിച്ച് പറ സാർ. എടോ, അപർണ അടുത്ത ദിവസം ഓഫീസിൽ വരുമ്പോ എന്റെ ഗെയിമിന്റെ അടുത്ത നീക്കം ഞാൻ നടത്താൻ പോവാ. വൈകുന്നേരം അവള് കോഫി കുടിക്കാൻ കോഫി ഷോപ്പിൽ വരുന്നു. അവള് വരുമ്പോ നമ്മുടെ കോഫി മേക്കറോട് പറഞ്ഞ് കോഫി പൗഡറില് മറ്റൊരു പൗഡർ കൂടി മിക്സ് ചെയ്യുന്നു. എന്ത് പൗഡർ സാർ? മയങ്ങാനുള്ള പൗഡർ, മയക്കുമരുന്ന്. അപർണ ആ കോഫി കുടിക്കുന്നു. മയക്കുമരുന്നിന്റെ ശക്തിയിൽ അവൾ മയങ്ങി വീഴുന്നു. ഞാൻ അവളെ താങ്ങിപ്പിടിക്കും. ആ നിമിഷത്തിലാ എനിക്ക് തന്റെ സഹായം വേണ്ടത്. എന്ത് സഹായം? അവൾ എന്റെ ദേഹത്ത് വീഴുമ്പോ ഏതാണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിലായിരിക്കും. അതിന്റെ ഫോട്ടോയും വീഡിയോയും താൻ എടുക്കണം. എടുക്കാം സാറേ. ആ ഫോട്ടോ കണ്ട ഞാനും അവളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നേ തോന്നാവുള്ളൂ. ഏറ്റു സാറേ. ഈ രീതി ഫോട്ടോ എടുക്കാനേ ഞാൻ കാലന. തകർക്കാം സാർ. ആ ഓക്കെ. അപ്പൊ താൻ തന്റെ മൊബൈൽ ഫോണിന്റെ ക്യാമറയൊക്കെ നല്ല പക്കയാക്കി വെച്ചോ. ഏറ്റു സാറേ, അത് പക്കയാ. ഞാൻ അവളെ ഒന്ന് വിളിക്കാം, ചുമ്മാ ബാലുവിനൊരു ടെൻഷൻ കൊടുക്കാൻ. ഇങ്ങനെ ടെൻഷൻ കൊടുത്തു കൊടുത്ത് അവന്റെ നെഞ്ചു പൊട്ടിക്കണം.